ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഈ മീഡിയത്തിൽ കൂടി ആയിരിക്കുവാൻ കൃപ ചെയ്ത ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ, സമാധാനത്തോടെ, സൗഖ്യത്തോടെ നിങ്ങളെല്ലാം ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. വീണ്ടും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് 91 സങ്കീർത്തനമാണ് ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. 91 സങ്കീർത്തനം, അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും വളരെ പരിചിതമായൊരു സങ്കീർത്തനമാണ്. 91 സങ്കീർത്തനം മിക്കവാറും എല്ലാവർക്കും കാണാതെ തന്നെ അറിയാം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എന്താണ്? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ആരോട് ചോദിച്ചാലും അവർ പറയും, യെസ്, ഞാൻ അത്യുന്നതൻ്റെ മറവിലാണ്, സർവശക്തൻ്റെ നിഴലിലാണ്. ഈ ലോകത്തിൽ ഇഷ്ടംപോലെ ജീവിച്ച്, ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത്, തോന്നിയതുപോലെ ആരാധിച്ച്, തോന്നിയതുപോലെ ജീവിക്കുന്നവർ എല്ലാം സർവശക്തൻ്റെ നിഴലിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥമായിട്ടും ദൈവത്തെ അനുസരിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ഈ വാക്യത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത്യുന്നതൻ്റെ മറവിലായിരിക്കും, സർവശക്തൻ്റെ നിഴലിലായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെയാണ് യഹോവയെക്കുറിച്ച് അവർ പറയുന്നത്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയുമാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. സങ്കേതം, ദൈവം നമ്മുടെ സങ്കേതം, ദൈവം നമ്മുടെ കോട്ട. എപ്പോഴാണ്? പഴയ നിയമകാലത്ത് കോട്ടകൾ കെട്ടിയിരിക്കുന്നു. സങ്കേത നഗരങ്ങൾ ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് വേർതിരിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. കനാൻ ദേശം വിഭാഗിക്കുമ്പോൾ സങ്കേത നഗരങ്ങൾ വേർതിരിച്ചിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നറിയാമോ? ഒരുത്തൻ അബദ്ധവശാൽ പാപം ചെയ്ത്, അല്ലെങ്കിൽ ഒരു അബദ്ധവശാൽ ഒരുത്തനെ കൊന്നു എങ്കിൽ അവന് രക്തപ്രതികാരം ചെയ്യാം കൊല്ലപ്പെട്ടവൻ്റെ ആൾക്കാർക്ക്. പക്ഷേ അവനെയും കൊല്ലാം, അതായിരുന്നു അന്നത്തെ നിയമം. അങ്ങനെയുള്ളപ്പോൾ അവൻ ഓടിപ്പോയിട്ട് ഈ സങ്കേത നഗരങ്ങളിൽ അഭയം പ്രാപിച്ചാൽ, സങ്കേത നഗരത്തിലുള്ളവർ അവൻ അഭയം കൊടുത്താൽ അവനെ കൊല്ലാൻ പാടില്ലെന്നായിരുന്നു അന്നത്തെ നിയമം. അതാ സങ്കേത നഗരങ്ങൾ എന്നറിയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിനൊരു ശിക്ഷയുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം ശിക്ഷയുണ്ട്. തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അത് നിയമമാണ്. അത് ലോക നിയമമാണ്, ദൈവത്തിൻ്റെ നിയമമാണ്. എന്തും ചെയ്തിട്ട് ശിക്ഷയില്ലെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെങ്കിൽ നമ്മുടെ ശിക്ഷ ഒരാൾ അങ്ങ് ഏറ്റെടുത്ത് കിട്ടണം. നമ്മൾ ചെയ്തതിൻ്റെ എല്ലാം ശിക്ഷ, നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്തതിൻ്റെ ശിക്ഷ, നമ്മൾ വാ കൊണ്ട് ചെയ്തതിൻ്റെ ശിക്ഷ, നമ്മൾ ചിന്താമണ്ഡലം കൊണ്ട് ചെയ്തതിൻ്റെ ശിക്ഷ ഒരാൾ ഏറ്റെടുത്തു. ഹിസ് നെയിം ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവാണ് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റുവാങ്ങിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകൊണ്ട് ചെയ്ത ശിക്ഷയ്ക്ക്, കൈകൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് അവൻ്റെ കാര്യങ്ങളിൽ
ആണിയടിക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ ചിന്താമണ്ഡലം കൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് അവൻ്റെ തലയിൽ മുൾമുടി വെക്കപ്പെട്ടു. ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്ത. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആ ശിക്ഷാവധി ഏറ്റെടുക്കുകയാണ് നമുക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഞാൻ പറയുമ്പോൾ കനാൻ ദേശത്ത് സങ്കേത നഗരങ്ങൾ തെറ്റ് ചെയ്യുന്ന ഒരുത്തിനെ രക്ഷിക്കുവാൻ വേണ്ടി സങ്കേത നഗരങ്ങൾ വേർതിരിച്ചിരുന്നെങ്കിൽ ഈ പുതിയ നിയമകാലത്ത് എൻ്റെ തെറ്റുകൾക്ക് ഉള്ള ശിക്ഷ കാൽവരി കുരിശിൽ കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടു, ആമേൻ. ഇത് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പിന്നെ ശിക്ഷയില്ല. അതാ പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കാൽവരിയിൽ ചൊരിഞ്ഞ പരിശുദ്ധ രക്തം നമ്മുടെ എല്ലാ തെറ്റുകളെയും കഴുകി വെടിപ്പാക്കും. നിന്റെ എല്ലാ പാപങ്ങളും ആ രക്തത്തിൽ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. രക്താംബരം പോലെ കടിഞ്ചുവപ്പായ നിന്റെ പാപങ്ങളെ പഞ്ഞി പോലെ വെളുപ്പിക്കുന്ന ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ, കർത്താവിനോട് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ, കർത്താവേ കാൽവരി കുരിശിൽ നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചെന്ന് വാഗൊണ്ടേറ്റ് പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ നിൻ്റെ പാപം ക്ഷമിക്കപ്പെടുന്നു. അല്ല, നിൻ്റെ പാപം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മുന്നിൽ ചെന്ന് പറഞ്ഞാലൊന്നും ക്ഷമിക്കത്തില്ല. ഏതെങ്കിലും ഒരു ആരാധനാ സ്ഥലത്ത് പോയി നീ സ്തോത്രകാഴ്ചയിട്ടു എന്നും പറഞ്ഞ് നിൻ്റെ പാപം ക്ഷമിക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ മുന്നിൽ നമ്മൾ അതിനെ സമർപ്പിക്കാം. അങ്ങനെയുള്ളവരാണ് ദൈവ പൈതൽ. ആ ദൈവ പൈതലിൻ്റെ കാര്യമാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നു. അവൻ അത്യുന്നതൻ്റെ മറവിലാകും. അവൻ സർവശക്തൻ്റെ നിഴലിലാണ്. ഹല്ലേലൂയ. അവന് മാത്രമേ പറയാനൊക്കൂ, യഹോവ എൻ്റെ സംഗീതവും കോട്ടയുമാണ്. ഹല്ലേലൂയ. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. നീ ആരിൽ ആശ്രയം വെച്ചിരിക്കുന്നു? ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിൻ്റെ ആശ്രയം സ്വർഗത്തിലെ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. പിന്നെ അടുത്ത വചനം പിന്നെ വായിച്ചാട്ടെ. എന്താണെന്നറിയാമോ? അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. വേട്ടക്കാരൻ കെണിയൊരുക്കി കാത്തിരിക്കുക നിന്നെ വീഴ്ത്താൻ. ഹല്ലേലൂയ. നീ എത്ര പ്രാർത്ഥിക്കുന്നവനാന്ന് പറഞ്ഞാലും, എത്ര തിരുവചനം ധ്യാനിക്കുന്നവനാന്ന് പറഞ്ഞാലും, വേട്ടക്കാരൻ്റെ കെണിയിലായി പോകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടു, ദുഷ്ടനായ പിശാച് പല മണ്ഡലത്തിൽ കൂടി കെണിയൊരുക്കി നിന്നെ വീഴ്ത്തുവാൻ നോക്കിയിരിക്കുക. ഒരു പക്ഷേ അവൻ നിന്റെ ചിന്താമണ്ഡലത്തിലേക്കായിരിക്കാം കയറുന്നത്, നിന്റെ പ്രവർത്തന മണ്ഡലത്തിലേക്കായിരിക്കും അവൻ കയറുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഒന്നുണ്ട്, നീ അത്യുന്നതൻ്റെ മറവിലാണെങ്കിൽ, നീ സർവശക്തൻ്റെ നിഴലിലാണെങ്കിൽ ഈ കെണിയിൽ നീ അകപ്പെടത്തില്ല. പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ. എന്നെ കേൾക്കുമ്പോൾ, ഈ തിരുവചനം നിങ്ങൾ കേൾക്കുമ്പോൾ, ഒരിക്കൽ കൂടി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് നീ വിടുവിക്കപ്പെടണമെങ്കിൽ, കെണിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നീ സർവശക്തൻ്റെ നിഴലിലായിരിക്കണം. നീ അത്യുന്നതൻ്റെ മറവിലായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നാശകരമായ മഹാമാരിയിൽ നിന്ന് നിന്നെ വിടുവിക്കും. നാശകരമായ മഹാമാരി, അപകടങ്ങൾ, ലോകത്തിൻ്റെതായ പല പല മഹാമാരികൾ നിന്നെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നീ പ്രാർത്ഥിക്കുന്നവനായിരിക്കാം, ഒരുപക്ഷെ നീ വിശ്വാസിയായിരിക്കാം, എന്തുമായിക്കോട്ടെ, നീ അത്യുന്നതൻ്റെ മറവിലാണെങ്കിൽ, നീ സർവശക്തൻ്റെ നിഴലിലാണെങ്കിൽ
ഈ മഹാമാരിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ വിടുവിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും എഴുതിയിരിക്കുന്നു, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ദൈവം നിന്നെ മറയ്ക്കും. ഭാരങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ മറയ്ക്കും. എവിടെ മറയ്ക്കും? അവൻ്റെ ചിറകിൻ്റെ തൂവലുകൾക്കിടയിൽ നിന്നെ മറയ്ക്കും. ദുഷ്ടനെ നിന്നെ കാണാനൊക്കത്തില്ല, ദുഷ്ടനെ നിന്നെ തൊടാനൊക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ മറവിലായിരിക്കുന്നു, അവൻ്റെ തൂവലിനിടയിലായിരിക്കുന്നു. ഇത് വലിയ ഭാഗ്യ പദവിയാണ്. പലപ്പോഴും നമ്മൾ ഭാരപ്പെടുക. അപ്പം ഇപ്പോഴ് അങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും, അവർ നോക്കിയാൽ എന്ത് സംഭവിക്കും, ഇവർ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല പ്രിയപ്പെട്ടവരെ. ഒന്ന് മാത്രം മതി, നീ അത്യുന്നതൻ്റെ മറവിലായിരിക്കണം, നീ സർവശക്തൻ്റെ നിഴലിലായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കുന്നു. ആ ചിറകിൻ്റെ കീഴിൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഇരുന്നാൽ നിന്നെ ആര് തൊടും, നിന്നെ ആര് ഭാരപ്പെടുത്തും? ഏത് രോഗം നിന്നെ കാർന്നു തിന്നും? ഏത് ദുഷ്ടൻ നിനക്കെതിരായി പ്രവർത്തിക്കും? നോ, നീ അത്യുന്നതൻ്റെ മറവിലായിരിക്കണം, നീ സർവശക്തൻ്റെ നിഴലിലായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും. ദൈവം വിശ്വസ്തനാണ്. ദൈവം നിന്നെ പരിപാലിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം അവൻ്റെ വാക്കിന് ഉവ്വ് എന്നേ ഉള്ളൂ. ദൈവം നിന്നെ കരുതും എന്ന് പറഞ്ഞാൽ ദൈവം കരുതും. വിശ്വസ്തനായ ഒരു ദൈവമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവം, ഈ പ്രപഞ്ചത്തേക്കാൾ വലിയ ഒരു ദൈവം. ആ ദൈവമാണ് നിൻ്റെ പിതാവ്. ആ പിതാവിനടുത്താണ് നീ ആയിരിക്കുന്നത്. ആ പിതാവാണ് നിൻ്റെ ശിക്ഷ ഏറ്റെടുത്തത്. ആ പിതാവാണ് നിനക്ക് വേണ്ടി പരിശുദ്ധ രക്തം ചൊരിഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ വിശ്വസ്തനാണ്. നിനക്കവനൊരു പ്രാമിസ് തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കവനൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരുപക്ഷെ അത് അല്പം താമസിച്ചെന്നിരിക്കാം, എങ്കിലും ദൈവം വിശ്വസ്തനാണ്. അവൻ്റെ വിശ്വസ്ത എന്തുവാണെന്നറിയാം? പരിചയമായിരിക്കുമെന്ന്, പലകയായിരിക്കുമെന്നായിരിക്കും. പഴയ നിയമത്തിൽ, പഴയ കാലത്ത് എന്തിനാണ് പരിചയം യൂസ് ചെയ്യുന്നത്? പരിചയം യൂസ് ചെയ്യുന്ന അമ്പുകൾ, ഇതിലെ ശത്രു അയക്കുന്ന അമ്പുകളും വാളും കുന്തമൊക്കെ വരുമ്പോഴേ പരിചയം കൊണ്ടാണ് അതിനെ തടുക്കുന്നത്. ഹല്ലേലൂയ. നിനക്ക് എതിരായി വരുന്ന എല്ലാ എതിർപ്പുകളും, എല്ലാ അവഗണനകളും, എല്ലാ ദുഷ്ടൻ്റെ തീയമ്പുകളും സ്വർഗത്തിലെ ദൈവമാണ് തടുക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടെന്നാൽ അവൻ നിന്റെ പരിചയമായതുകൊണ്ട്. ഹല്ലേലൂയ. നീ എന്തിനാ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടത്? എന്തിനാ നിരാശപ്പെടുന്നത്? സ്വർഗത്തിലെ ദൈവം നിന്റെ പരിചയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേസ്, അവൻ നിന്റെ പരിചയം. നീ ഒരു ദൈവ പൈതലാണോ? അവൻ പരിചയം. ഇതൊന്നുകൊണ്ടും ഭാരപ്പെടേണ്ട കാര്യമില്ല, ഒന്നുകൊണ്ടും വേദനിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലെ ദൈവമാണ് നിന്റെ പരിചയം. വീണ്ടും എഴുതിയിരിക്കുന്നു, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേര് വീഴും, നിന്റെ വലത്തുവശത്ത് 10,000 പേര് വീഴും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ, പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, ഇതെല്ലാം നീ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഭാരപ്പെടരുത്, ഭയപ്പെടരുത്. എന്താണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് നീ പാർക്കുന്നത്, അവൻ്റെ നിഴലിലാണ് നീ പാർക്കുന്നത്. ഈ ലോകത്ത് എന്ത് സംഭവിക്കട്ടെ, ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രവചനത്തിൽ എഴുതിയിട്ട് അന്ത്യകാലം സംഭവിക്കാൻ പോകുന്നത്. നിന്റെ വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീണാലും നിനക്കൊന്നും സംഭവിക്കത്തില്ല. എന്തുകൊണ്ടെന്നാൽ നീ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിലാണ് പ്രിയ ദൈവ പൈതൽ. ഹല്ലേലൂയ. വളരെ അർത്ഥവത്തായ ഒരു സങ്കീർത്തനം, നമ്മളെല്ലാം പാടി ധ്യാനിക്കുന്ന സങ്കീർത്തനമാണ്. പക്ഷെ ഒന്നുണ്ട്, ദൈവ പൈതലായിരിക്കണം, നീ ദൈവത്തിൻ്റെ പൈതലായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. എന്ത് പ്രതികൂലം വരട്ടെ, നിന്റെ അടുത്ത് വരത്തില്ല. കാര്യം എന്താണെന്നറിയാം?
നീ ദൈവത്തിൻ്റെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിലാണ്. നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. ഈ അവര് ദുഷ്ടത ഇതിൽപ്പെട്ട് ജീവിക്കുന്നവർ ഫ്ലറിഷാവും പലപ്പോഴും വിശ്വാസികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ ഇതൊക്കെ ചെയ്തിട്ട് നോക്കിയ വലിയ ഇതാണ്. പക്ഷേ ഒരു കാറ്റടിക്കുമ്പോൾ അവൻ പിന്നെ ഇല്ല. പ്രിയപ്പെട്ടവർ, ദുഷ്ടത പ്രവർത്തിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് ധനം സമ്പാദിക്കുകയോ വലിയ ഭവനം വെക്കുകയോ ഒന്നും ഒക്കെ ചെയ്താൽ അനുഭവിക്കാനും നോക്കത്തില്ല. ഒരു ചെറിയ കാറ്റിന് അതെല്ലാം അടിഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറയിൽ വസിക്കുന്ന നിനക്ക് നിന്നോടത് പറ്റുകയില്ലെന്നാണ് സ്വർഗത്തിലെ ദൈവം ഈ സന്ധ്യയിൽ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. നീ നിന്റെ വാസസ്ഥലം അത്യുന്നതൻ്റെ അടുത്ത്, സ്വർഗദൈവത്തിൻ്റെ അടുത്താണ്. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും കുടുംബങ്ങൾ എടുക്കുന്നു. ഒരു കുടുംബത്തിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന് മുഴുക്കി അത് രക്ഷയാണ്. ഞാൻ പലതും കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട്. പലപ്പോഴും ദൈവം പലതും പറയുമ്പോഴും ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോഴും നമ്മളെ കരുതുന്നത് ആരാണെന്നറിയാം? ഈ ദൈവപൈതലിൻ്റെ പ്രാർത്ഥന. എന്തുകൊണ്ടെന്നാൽ അവനോട് കൂടെ സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ ദൈവപൈതൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറയിൽ വസിക്കുക. ഹല്ലേലൂയ. അത് നമുക്കും ഒരു പ്രൊട്ടക്ഷനാണ്. ഒരു പക്ഷേ ഹല്ലേലൂയ. ഈ ഭൂമി, ഈ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കുന്ന, ദൈവകൽപ്പന അനുസരിക്കുന്ന കുറേ ദൈവമക്കൾ ഈ ഇന്ത്യ രാജ്യത്തുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഈ രാജ്യവും ഇന്നും നിലനിൽക്കുന്നത്. മറന്നു പോകല്ലേ, നീ ദൈവപൈതലാണോ? ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പൈതലായിട്ട് ജീവിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്നെ ദൂതന്മാരോട് നീ ഏത് വഴി പോയിട്ട്, മാനുഷികമായി ചിലപ്പോഴേ പോകുമ്പോൾ പല വഴിയെ പോയെന്നിരിക്കാം, പക്ഷെ നിന്നെ കാക്കാൻ ദൂതന്മാരുണ്ടെന്നാണ് അതിനും പറയുന്നത്. മിനിമം 2 ദൂതന്മാരുണ്ട് ഓരോ ദൈവപൈതലിൻ്റെ കൂടെ. പലപ്പോഴും അനുഭവിക്കാം. ആത്മീയ കണ്ണ് തുറന്നവൻ അത് മനസ്സിലാവും. ഹല്ലേലൂയ. ദൂതന്മാരുടെ സാന്നിധ്യം, അഗ്നിമയന്മാരുടെ സാന്നിധ്യം ഒരു ദൈവപൈതൽ പലപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഈ ഫിസിക്കൽ ലൈഫിൽ. ഹല്ലേലൂയ. ചുമ്മാ പറയുന്നതല്ല, ദൈവം നമ്മുടെ കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതൻ്റെ മറയിൽ വസിക്കുന്നവൻ, സർവശക്തൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നതിനോട് കൂടെ അവന് കാവലിനായിട്ട് ദൈവ ദൂതന്മാരുണ്ട്. ആമേൻ. എന്ത് വലിയ പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കുക, അവ നിന്നെ കൈകളിൽ വച്ചു. പല രീതിയിലുള്ള കല്ലുകളാണ് നമ്മുടെ വഴിയിൽ കാണുന്നത്. അത് ആത്മീയ മണ്ഡലത്തിലെ കല്ലുകളാകാം. നമ്മുടെ ലോകത്തിലെ പലതും കാണുമ്പോൾ ആത്മീയ മണ്ഡലത്തിലും ഈ കല്ലിൽ തട്ടി ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ദൈവപൈതലാണോ, ഒരു പക്ഷെ അറിയാതെ കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന്മാരുടെ കൈകളിലാണ്. ദൂതന്മാർ നിന്നെ വഹിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നിന്നെ നടത്തുകയാണ് പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വലിയ ഭാഗ്യ പദവിയാണ് നമുക്ക്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തൻ്റെ നിഴലിൽ പാർക്കുന്നവനെ കുറിച്ചുള്ള ഭാഗ്യകരമായ അവസ്ഥയാണ് ഈ 90 സംഗീതത്തിൽ വിവരിച്ചിരിക്കുന്നത്. നന്ദി കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കുറേ കാര്യങ്ങൾ പറയുന്നു. അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അത് ആത്മീയ മണ്ഡലത്തിലെ അടുത്ത സ്റ്റെപ്പാണ്. ഹല്ലേലൂയ. ദുഷ്ടനെ മെതിക്കുന്ന ഒരു ശുശ്രൂഷ നിനക്കുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദുഷ്ടനെ ചവിട്ടി മെതിക്കുന്ന ഒരു ശുശ്രൂഷ. നീ ദൈവത്തിലാണ്, നീ അതോറൈസ്ഡാണ്, നിനക്ക് അധികാരമുണ്ട്, ദുഷ്ടൻ്റെ മേൽ അധികാരം. പിശാചി എന്ന് പറയാതെ പോവും. ഭാരപ്പെടുന്ന പ്രതികൂലങ്ങളുടെ പോകാൻ പാടണോ യേശുവിൻ്റെ നാമത്തിൽ? പോകും. ഹല്ലേലൂയ. അതായി പറയുന്നതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ വിടിവിക്കും. ദൈവത്തോട് പറ്റിയിരിക്കാൻ വിടിവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ 91-ാം സങ്കീർത്തനം ഇതിലെല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ ഒരു ദൈവ പൈതലിനുള്ള വാഗ്ദത്വമാണ് പറയുന്നത്. ചുമ്മാ രാത്രി കിടക്കാൻ നേരത്ത് വായിച്ചിട്ട് കിടന്നുറങ്ങാനല്ല, ഇതെല്ലാം മെഡിറ്റേറ്റ് ചെയ്യണം. ഒന്നൊന്ന് അത്യുന്നതിൻ്റെ മറവിലാണോ നീ? സർവശക്തൻ്റെ നിഴലിലാണോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നമ്മൾ ദൈവവചനത്തിന് മുമ്പിൽ കീഴടങ്ങിയിട്ടുണ്ടോ? സ്വർഗത്തിലെ ദൈവം കാൽവരിയിൽ മരിച്ച്, 3 ആണികൾ മരിച്ച് നമുക്ക് വേണ്ടി കാൽവരിയിൽ പരിശുദ്ധ രക്തം ചൊരിഞ്ഞു. ആ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകുമെന്നും അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നുവെന്നും നീ വിശ്വസിക്കുന്നു? അല്ലെങ്കിൽ വിശ്വസിച്ചാൽ ഈ സമയം നിനക്ക് വേണ്ടിയുള്ളതാണ്. ആ രക്തം നിന്നെ കഴുകുമ്പോൾ നീ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും കഴുകപ്പെടും. നീ ഒരു ദൈവ പൈതലായിട്ട് മാറും. ആ ദൈവ പൈതലുള്ള അനുഗ്രഹങ്ങളും വിടുതലുമാണ് ഞാനിവിടെ പറഞ്ഞത്. ഒരിക്കൽ കൂടി ദൈവസന്നിധി സമർപ്പിച്ചാൽ ഈ അനുഗ്രഹമെല്ലാം നിനക്കുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവ് നിനക്കുള്ളതാണ്. അവൻ നിൻ്റെ തൂവലുകളിൽ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ്റെ കീഴിലാണ് നിൻ്റെ ശരണം. ഹല്ലേലൂയ. സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു പരിശുദ്ധനെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം കർത്താവേ. അവിടുത്തെ വചനത്തിനായി സ്തോത്രം കർത്താവേ. നാഥ, ഒരിക്കൽ കൂടി അടിയങ്ങളെ ഇതാ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ ചിറകിൻ്റെ മറവിൽ വസിക്കും. അവിടുത്തെ നിഴലിൽ പാർക്കുവാൻ അടിയങ്ങളെ സഹായിക്കണം. നന്ദി പിതാവേ. അവിടുന്ന് അടിയങ്ങളെ ഒരു ദൈവ പൈതൽ, അവിടുത്തെ പൈതലാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. ഞാൻ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തരുന്നു പരിശുദ്ധ. ദുഷ്ടൻ്റെ കെണിയിൽപ്പെടാതെ അവിടുന്ന് പരിചയമായിരിക്കുന്നതിനായി സ്തോത്രം. നന്ദി പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഭാരങ്ങളും പ്രതികൂലങ്ങളും അസമാധാനം വരുമ്പോൾ അവിടുത്തെ വിശ്വസ്ത അടിങ്ങളെ കാക്കുന്നതിനായി സ്തോത്രം കർത്താവേ. നന്ദി പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പോൾ അവിടുന്ന് അടിങ്ങളെ അവിടുത്തെ മക്കളാക്കി മാറ്റി അവിടുത്തെ ചിറകിൻ്റെ മറവിൽ കാക്കുന്ന വലിയ കരുണയ്ക്കായി സ്തോത്രം കർത്താവേ. നന്ദി പിതാവേ, നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണം. ആരെങ്കിലും ഭാരത്തോടെ, നിരാശയോടെ, സമാധാനത്തോടെ, രോഗത്തോടെ ഇത് കേൾക്കുമെങ്കിൽ പരിശുദ്ധ ദൈവമേ, അവിടുത്തെ ആണിപ്പാടുള്ള കരം നീട്ടണം കർത്താവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സമാധാനം നിറയട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യത നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി പിതാവേ, നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് അനുഗ്രഹിക്കും, കൂടെയിരിക്കും, സമാധാനത്താൽ നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.